ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളപ്പിച്ച പയർ കൊണ്ടൊരു വടയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പയർ മുളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. നമുക്ക് വട തയ്യാറാക്കാൻ നേരത്ത് എത്രയാണ് ആവശ്യം അത് നോക്കി ഇട്ട് കൊടുക്കാം. പയറിലെ വെള്ളം മുഴുവനായിട്ട് വടിച്ച് കളഞ്ഞ ശേഷം നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പയറെല്ലാം അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. തീരെ അരയേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാല പൗഡറാണ്. അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയും ക്യാരറ്റും അരിഞ്ഞതാണ്. അത് 1 കൈപ്പിടി അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. എരിവ് ആവശ്യമുള്ളവർ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. അളവ് കൂടിപ്പോയാൽ പിന്നെ വട ഒത്തിരി കട്ടിയായി പോകും. മാവെല്ലാം നല്ലതുപോലെ കുഴയ്ക്കുക. ഉപ്പും എരിവെല്ലാം കറക്റ്റാണോ നോക്കിയ ശേഷം നമുക്ക് ഓരോ ഉരുളകൾ കയ്യിലെടുത്ത് വട പരത്തുന്ന പോലെ പരത്താം. ഞാനിപ്പോൾ ഉഴുന്ന വടയുടെ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ഷേപ്പിലെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു വടയാണ്. തീർച്ചയായിട്ടും റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ മാവും ഞാനിപ്പോൾ വടയുടെ ഷേപ്പിൽ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പൊരിക്കാനാണ്. പൊരിക്കാനുള്ള എണ്ണയൊക്കെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് ഓരോ വടയും ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് തീ കൂട്ടിയിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. 1 സൈഡ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറിച്ചിടാൻ നേരത്ത് തീ കുറച്ചിട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടാൽ നമുക്ക് വടയുടെ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് എല്ലാ വടയും ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് സ്നാക്സായിട്ട് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് കഴിക്കാവുന്നതാണ്. പയറൊന്ന് മുളപ്പിച്ചെടുക്കേണ്ട ഒരു പാട് മാത്രമേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അതുമാത്രമല്ല ടേസ്റ്റും അപാര ടേസ്റ്റാണിതിന്. ബാക്കിയുള്ള വടകളും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. 1 കപ്പ് പയറിൽ നിന്ന് 15 വടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുളപ്പിച്ച പയർ കൊണ്ടുള്ള വട റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.